കേരള സർവകലാശാലയിൽ വീണ്ടും വിസിയുടെ പ്രതികാര നടപടി. രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സസ്പെൻഷൻ കാലത്ത് അനൌദ്യോഗികമായി ഫയലുകൾ തീർപ്പാക്കി എന്നാണ് ആരോപണം. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിസി പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നതാണോ? ഇക്കുറി എന്താണ് അദ്ദേഹത്തിന് അതൃപ്തിക്ക് കാരണമായത്? അനുജ, കേരള സർവകലാശാലയിൽ മുൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം ഒരു രജിസ്ട്രാർ ഇൻ ചാർജിനെ നിയമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതികാര നടപടിയുമായി വിസി മോഹനൻ കുന്നുമ്മൽ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഈ മുൻപ് രജിസ്ട്രാറായിരുന്ന കാലഘട്ടത്തിൽ കെ എസ് അനിൽകുമാർ നോക്കിയ ഫയലുകൾ സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം ചോദിച്ചിരുന്നു. അങ്ങനെ 522 ഫയലുകളിൽ അനധികൃതമായി കെ എസ് അനിൽകുമാർ ഒപ്പിട്ടു എന്നാണ് ഇപ്പോൾ രജിസ്ട്രാർ ഇന്ന് വിസിക്ക് നൽകിയിരിക്കുന്നത് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ജോയിന്റ് രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. 4 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതുകൂടാതെ ഈ സസ്പെൻഷൻ കാലയളവിൽ രജിസ്ട്രാർ ഈ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിരുന്നു. ആ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതിന്റെ നഷ്ടമുടക്കം കണക്കാക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.